സുഹൃത്തുക്കളെ, അപ്പൊ ഇന്നുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ റൂമിലേക്ക് മാറാൻ പോണേ. അങ്ങനെ രാവിലെ നമ്മൾ നിന്നിരുന്ന റൂമിൽ നിന്ന് ബാഗൊക്കെ കെട്ടിക്കൂട്ടി നമ്മൾ ഇറങ്ങി. അവിടുന്ന് നമ്മൾ നേരെ വിട്ടത് വർക്കിനാട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ജുമ്മയുടെ ദിവസമായ കാരണം ജുമ്മക്ക് കയറിയിട്ട് പിന്നെ നേരെ റൂമിന്റെ അടുത്ത് പോകാൻ ഉള്ളതൊക്കെ തൂക്കി പിടിച്ചില്ലാത്ത കോണിപ്പടിയൊക്കെ കയറിയിട്ട് അവസാനം നമ്മൾ റൂമിലെത്തി. അപ്പൊ റൂം കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഹാളും ഒരു അടുക്കളയും പിന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം ചെറിയ സൗകര്യങ്ങളൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല. ഞങ്ങൾ 5 ആളാണ് ഇവിടെ നിൽക്കാൻ പോകുന്നത്. അങ്ങനെ പിന്നെ വേറെ ഒന്നും നോക്കാന്നില്ല. ബാഗിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ നമ്മൾ വലിച്ചു വാരി ഇട്ടിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കൽ തുടങ്ങി. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒതുക്കാളൊക്കെ ഒതുക്കിയിട്ടാ. നമുക്ക് ഈ കിട്ടിയ സ്പേസ് ഇനി ഒന്ന് കംഫർട്ടബിൾ ആക്കി മാറ്റാന്ന് പറയുന്നത് നമുക്ക് അടുത്തിടാം. 2 ദിവസം നമ്മൾ ഇട്ടത് പിന്നെ അലക്കാനും പിടിക്കാനുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ 2 ആളും അതിന്റെ പിന്നാലെ പോയി. വല്ലാണ്ട് മുഷിപ്പില്ലാത്തതുകൊണ്ട് പിന്നെ ജസ്റ്റ് വെള്ളത്തിയിട്ട് അതൊന്ന് തോരടായിട്ട് ഞാനുള്ളപ്പോൾ പിന്നെ വല്ലാണ്ട് പണിയെടുക്കാൻ നിന്ന്. നമ്മുടെ മറ്റേ ആശാൻ അതിന്റെ ഇടയിൽ ബക്കറ്റായിട്ട് മോളി കയറി പോണി ഞാൻ കണ്ടായിരുന്നു. എന്താണ് കാര്യം എന്ന് വെച്ച് നോക്കാൻ പോയപ്പോഴാണ് നമ്മൾ ഈ കണി കാണുന്നത്. നമ്മൾ പിന്നെ വല്ലാണ്ട് ശല്യപ്പെടുത്താനൊന്നും പോയില്ല. ആശാൻ പിന്നെ നല്ല ഒരസലായിട്ട് പിന്നെ നമ്മൾ വല്ലാണ്ട് അവിടെ നിൽക്കാൻ നിന്നില്ല. സ്വഭാവം പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇരുട്ടാവാൻ ഒരു 6 മണി നേരത്തെ നമ്മൾ നൈസായിട്ട് മെല്ലെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് മോനെ ഈ സീൻ കാണുന്നത്. കാലം തെറ്റി വന്നതാണോ വീശി അടിക്കുന്നത് ഒരു 1.5 മണിക്കൂർ നിന്നലക്കേണ്ട പ്രയത്നാട്ടോ. കിട്ടിയ റൂമിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവിടേക്ക് ഇനി വെള്ളം ബക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇനി അത് വാങ്ങലും പിടിക്കലൊക്കെയാണ് ഞങ്ങൾ അടുത്ത ലക്ഷ്യം. ബാക്കി നാളെ.